രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ചത് എന്നാണ്? 1945 ഓഗസ്റ്റ് 9. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചത് എന്നാണ്? ഉത്തരം 1945 ഓഗസ്റ്റ് 6. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിന്റെ പേരെന്താണ്? ഉത്തരം ഫാറ്റ്മാൻ. ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിന്റെ പേരെന്താണ്? ഉത്തരം ലിറ്റിൽ ബോയ്. നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റിന്റെ പേര്? ക്യാപ്റ്റൻ മേജർ സ്വീനി. ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച വിമാനം? സൂപ്പർ ഫോർട്രസ്. അണുബോംബ് സ്ഫോടന സമയത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് ആരായിരുന്നു? ഹാരി എസ് ട്രൂമാൻ. ജപ്പാന്റെ തലസ്ഥാനം ഏതാണ്? ഉത്തരം ടോക്കിയോ. ലിറ്റിൽ ബോയ് എന്ന അണുബോംബിന്റെ ഭാരം എത്രയാണ്? 4400 കിലോഗ്രാം. ഫാറ്റ്മാൻ എന്ന അണുബോംബിന്റെ ഭാരം എത്രയാണ്? 4670 കിലോഗ്രാം. ലോകത്ത് ആദ്യമായി അണുബോംബ് പ്രയോഗിക്കപ്പെട്ട രാജ്യം? ഉത്തരം ജപ്പാൻ. ഹിരോഷിമ നഗരത്തിന്റെ ഔദ്യോഗിക പുഷ്പം ഏതാണ്? ഒലിയാണ്ടർ. ലോകത്തിലാദ്യമായി അണുബോംബ് പ്രയോഗിച്ച രാജ്യം ഏതാണ്? അമേരിക്ക. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ലോക സമാധാനത്തിനായി നിലവിൽ വന്ന സംഘടന ഏതാണ്? ഐക്യരാഷ്ട്ര സംഘടന. ഹിരോഷിമ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വിശാലമായ ദ്വീപ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനിലെ ഭരണാധികാരി ആരായിരുന്നു? ഹിരാഹിറ്റോ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും അവസാനമായി കീഴടങ്ങിയ രാജ്യം ഏതാണ്? ജപ്പാൻ. ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? രാജ രാമണ്ണ. ഹിരോഷിമയിലെ ബോംബ് വർഷത്തിൽ അതിന്റെ അണുപ്രസരണമേറ്റ് രക്താർബുദം ബാധിച്ച് മരിച്ച പെൺകുട്ടി ആര്? സഡാക്കോ സസക്കി മരണത്തിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി കൂട്ടുകാരിയുടെ നിർദ്ദേശപ്രകാരം എത്ര കൊക്കുകളാണ് നിർമ്മിച്ചത്? 645